ഹായ് ഫ്രണ്ട്സ്, ട്രംപിൻ്റെ രണ്ടാം വരവ് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വേൾഡ് വൈഡായിട്ട് ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റ് ആയിരിക്കുമെന്ന് ആ സമയത്ത് തന്നെ പലരും പറഞ്ഞതാണ്. അതേപോലെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ട്രംപിൻ്റെ വരവ് സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അനിശ്ചിതത്വം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല. അപ്പോൾ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് പൊതുവേ നമ്മുടെ മാർക്കറ്റൊക്കെ നോക്കിയിരുന്നത് നമ്മുടെ ബഡ്ജറ്റായിരുന്നു. പക്ഷെ ആ ബഡ്ജറ്റും കഴിഞ്ഞു, അവിടെയും ആ ഇവൻറ്റും കഴിഞ്ഞു. അതിൻ്റെ എല്ലാവിധ പോസിറ്റിവിറ്റിയും നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയാത്ത വിധം മാർക്കറ്റ് താഴത്തേക്ക് പോവുകയും ചെയ്തു. മറ്റൊന്ന് RBIയുടെ റേറ്റ് കട്ടായിരുന്നു. ആ റേറ്റ് കട്ട് എന്നുള്ള ആ ഒരു പോസിറ്റീവ് വാർത്തയും ഈ ഒരു ഗ്ലോബൽ വളറ്റിലിറ്റിക്ക് മുന്നിൽ പിടിച്ചേൽക്കാനാവാതെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ കടന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, നമ്മുടെ മാർക്കറ്റിൽ കോർപ്പറേറ്റ് റിസൾട്ടുകളായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരുവിധം കോർപ്പറേറ്റ് റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു. അതായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച 4 പ്രധാനപ്പെട്ട ഇവൻറ്റുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ലഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നാൽ ആ ഒരു ഡയറക്ഷൻ കിട്ടാതെ തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സിനാരിയോ ആണ് നമുക്ക് മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ട്രംപിൻ്റെ തികച്ചും അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വളറ്റിലിറ്റി ഒരു ഭാഗത്തും, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ റൂപ്പിയിൽ ഉണ്ടായിട്ടുള്ള വീക്ക്നെസ്സും അത് രണ്ടും കൂടി ചേർന്ന് നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് സെൽ ഓൺ റൈസ് മാർക്കറ്റാണ്. അതായത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഏതെങ്കിലും ബൈങ്ങിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മുടെ മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉടൻ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും അവിടെ സെല്ലിങ്ങും നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിനെ നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റെബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നത് വരെ കാത്തു നിൽക്കുന്നതായിരിക്കും നല്ല സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ അത്തരം സ്റ്റോക്കുകൾ എൻട്രി എടുക്കാനുള്ള അവസരവും നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ട്. അത് ബെയർ മാർക്കറ്റിലും ഉണ്ടാവും, ബുൾ മാർക്കറ്റിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ്റെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഈ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു പ്രത്യേക സെക്ടറിലുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ച്, പ്രത്യേകിച്ച് ആ സെക്ടറിനെ കുറിച്ച് ബജറ്റിൽ വലിയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഒരു തീമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. ഇപ്പോൾ US-ലെ 3 മൈൽ ഐലൻഡ് ദുരന്തം, അതുപോലെ ഉക്രൈനിലെ ചെർണോബിൽ ഉണ്ടായിട്ടുള്ള വലിയ ആണവ ദുരന്തം, അതുപോലെ ഫുക്കുഷിമ മെൽറ്റ് ഡൗൺ ജപ്പാനിലുണ്ടായിട്ടുള്ള ആ ദുരന്തം, ഇതൊക്കെ ഈ ആണവ റിയാക്ടർ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ ദുരന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾക്ക് ഒരു നെഗറ്റീവ് ഇമേജാണ് മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആൻറ്റി ന്യൂക്ലിയർ മൂവ്മെൻറ്റ് സൃഷ്ടിച്ച ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ലോകത്തിൽ തന്നെ മൊത്തം ഈ വേൾഡ് വൈഡ് ആയിട്ട് ഈ ന്യൂക്ലിയർ എനർജിയിലെ പ്രൊഡക്ഷൻ അത് വലിയ തോതിൽ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 1996 17% ഉണ്ടായിരുന്ന ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ അത് 10% കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ, അതുപോലെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്, ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അനിശ്ചിതത്വം കാരണം ഈ ഫോസിൽ ഫ്യൂവൽ ഓയിലുകളുടെ സപ്ലൈയിൽ ചെയിനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റ് പുതിയ ആൾട്ടർനേറ്റീവ് ഫ്യൂവലിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പവർ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരികയും ന്യൂക്ലിയർ പവർ വഴിയുള്ള പവർ ഉൽപ്പാദനത്തിൽ ലോകം വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ലോകത്ത് 50ഓളം ന്യൂക്ലിയർ റിയാക്ടറുകൾ നിലവിൽ നിർമ്മാണത്തിലിരിക്കുകയാണ്. ഇവയിൽ ഭൂരിഭാഗവും ചൈനയിലും ഇന്ത്യയിലുമാണ്. കൂടാതെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അവർ ഓൾറെഡി അടച്ചുപൂട്ടിയ റിയാക്ടറുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ എനർജി അല്ലെങ്കിലും അതൊരു ക്ലീൻ എനർജി സോഴ്സ് ആയിട്ടാണ് പൊതുവെ കണക്കൂട്ടുന്നത്. കാരണം അവിടെ കാർബൺ ഡയോക്സൈഡോ മറ്റ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളോ പുറത്തു വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സീറോ എമിഷൻ ഫ്രീ സോഴ്സുള്ള ഒരു പവറായിട്ടാണ് കണക്കൂട്ടപ്പെടുന്നത്. എന്നാൽ നമുക്കറിയാം ന്യൂക്ലിയറിൽ അപകട സാധ്യതയും അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂകളും അതുപോലെ അതുണ്ടാക്കുന്ന റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽ എന്ന നിലയിലുള്ള വെല്ലുവിളികളും ഒക്കെ അതിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള പുതിയ ടെക്നോളജികൾ ലോകത്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്മോൾ മോഡ്യുലർ റിയാക്ടേഴ്സ് അത് ഗ്ലോബലായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് അഥവാ SMR എന്ന് പറയുന്ന ഈ ഒരു റിയാക്ടറിൻ്റെ ഒരു പ്രത്യേകത, അത്
വലിയ ആണവ റിയാക്ടറുകളെ അപേക്ഷിച്ച് കുറേയധികം സേഫാണ്. കൂടാതെ ഇത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഓപ്പറേഷൻ വളരെയധികം ചിലവ് കുറഞ്ഞതുമാണ്. അപ്പോൾ ഇന്ത്യ ഈ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് വ്യാപകമായിട്ട് സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതായിട്ട് കാണാം. ഇപ്പോൾ റഷ്യയിലുള്ള ന്യൂക്ലിയർ ജയൻ്റ് ആയിട്ടുള്ള റൊസാറ്റം അവർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തീരദേശങ്ങളിൽ ഈ SMR ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. അതേപോലെ US-ഉം ഫ്രാൻസും ഇന്ത്യക്ക് ഈ രംഗത്ത് സാങ്കേതിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ആകുമ്പോഴത്തേക്കും ഒരു 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഇപ്പോൾ ബജറ്റിൽ ഏകദേശം 200 ബില്യൺ റുപ്പീസിൻ്റെ ഒരു അലോക്കേഷനാണ് നടത്തിയിട്ടുള്ളത്. ഇത്ര നാളും ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ മാത്രം കൈകാര്യം ചെയ്ത ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ ഇതിൻ്റെ ഭേദഗതികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗവൺമെൻറ്. അപ്പോൾ ഈ ബജറ്റിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ മുന്നോട്ട് വെച്ചത് കാരണം തീർച്ചയായിട്ടും അത് ചില സ്റ്റോക്കുകളിൽ ഗുണകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ സ്മോൾ മൈക്രോ ക്യാപ് സെഗ്മെന്റിലുള്ള 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് വളരെയധികം മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആ സ്റ്റോക്കുകളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ആ ഒരു ഓർഡറിൽ താഴോട്ടായിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കായിട്ട് കാണുന്നത് രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. ഇവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സും ട്യൂബ്സും അതുപോലെ കാർബൺ സ്റ്റീൽ പൈപ്സും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ ഓൾറെഡി ന്യൂക്ലിയർ പവർ സെഗ്മെൻറ്റിൽ ഒരു മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമ്മൾ പരിശോധിച്ചാൽ പല ഫണ്ടമെൻ്റൽ റേഷ്യോസും ഒക്കെ ഓക്കെ ആണെങ്കിലും കഴിഞ്ഞ 12 മാസത്തെ 4 ക്വാർട്ടറുള്ള ആ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് അതിൻ്റെ പ്രീവിയസ് 4 ക്വാർട്ടറിലെ ആ ഒരു പ്രോഫിറ്റ് ഗ്രോത്തുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ -15% ഒരു ഡിപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് അത്ര ഇംപ്രസീവായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരുന്ന ക്വാർട്ടറുകളിലുള്ള റിസൾട്ടുകൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ അതിൻ്റെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയാൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാവുന്നതാണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കാണുന്നത് പവർ ജനറേറ്റർ എക്യുപ്മെൻറ്റ്സും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ത്രിവേണി ടർബൈൻ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു ശക്തമായ സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽസും നമുക്ക് ഓക്കെ ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ ജനറൽ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രൈസ് വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ടെക്നിക്കലി ഒരു ഡൗൺ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 35% ഈ സ്റ്റോക്ക് താഴോട്ട് വന്നതായിട്ട് നമുക്ക് കാണാം. ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് മേഖലയിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന കിർലോസ്കർ ബ്രദേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ഇതിൻ്റെ സെയിൽസ് ഗ്രോത്താണ്. 9.26% ഒരു സെയിൽസ് ഗ്രോത്ത് മാത്രമാണ് കഴിഞ്ഞ 12 മാസങ്ങളിൽ ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ മറ്റെല്ലാ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും നമുക്ക് ആക്സെപ്റ്റബിൾ ആണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ന്യൂക്ലിയർ അതേപോലെ കൺവെൻഷണൽ പവർ ജനറേറ്റിംഗ് ഇൻഡസ്ട്രിയിൽ മൾട്ടി സ്റ്റേജ് മോട്ടോർ പമ്പ്സ് അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പാർട്സ് ഒക്കെ നിർമ്മിക്കുന്ന KSB ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് 11.1% മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും 9.35 മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള അവസ്ഥ ഇങ്ങനെയാണ്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ PE ഒരു 51.6 എന്നുള്ള ഒരു ഹൈ വാല്യുവേഷനിലാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എയറോസ്പേസ് കമ്പോണൻസ് നിർമ്മിക്കുന്ന ആസാദ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഇവർ ടർബൈൻസ് നിർമ്മാതാക്കൾ കൂടിയാണ്. എനർജി റിലേറ്റഡ് ഇൻഡസ്ട്രിയിലും അതിൻ്റെ എല്ലാ മേഖലയിലും ഇവർ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ഇതിൻ്റെ ഓവർ വാല്യുവേഷനാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 113 എന്നുള്ള ലെവലാണ്. കൂടാതെ ഇതിൻ്റെ ROE 12.1% മാത്രമാണ്. അതൊരു ആവറേജ് ROE മാത്രമാണ്. അങ്ങനെ ഒരു സ്റ്റോക്കിൽ ഇത്രയധികം ഒരു PE എന്നുള്ളത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് പവർ മെക് പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്കാണ്. ഇത് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് സർവീസിൽ എറക്ഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബോയിലേഴ്സ്, ടർബൈൻസ്, ജനറേറ്റേഴ്സ്, ബാലൻസ് ഓഫ് പ്ലാന്റ്, സിവിൽ വർക്ക്സ്, ഓപ്പറേഷൻ മെയിൻ്റനൻസ് അങ്ങനെ തുടങ്ങിയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ അൾട്രാ മെഗാ പവർ പ്രൊജക്റ്റുകളും മറ്റ് സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രൊജക്റ്റുകളും അതുപോലെ സബ് ക്രിട്ടിക്കൽ പവർ പ്രൊജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് പവർ മെക്ക്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ ഒരു ഓക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. വലിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 45% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ജനറൽ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാകാനാണ് സാധ്യത.
കാരണം കമ്പനിയുടെ ബിസിനസ്സിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് കാണുന്നത് വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫീൽഡിൽ മാത്രമല്ല, എയറോസ്പേസ്, മിസൈൽ, ഡിഫൻസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഹെവി എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊജക്ട് എക്സിക്യൂഷൻ കമ്പനിയാണ്. ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ പരിശോധിച്ചാൽ കുറേ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 1250 കോടി മാത്രമുള്ള ഒരു സ്റ്റോക്കാണിത്. ROCE 0.3 ആണ്. ROE -15% ആണ്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ -7.92. അതുപോലെ ഡൊമസ്റ്റിക് ഹോൾഡിംഗ് തീരെയില്ല, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങും തീരെയില്ല. പിന്നെ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗാണ് ഇതിൽ ഹൈ ആയിട്ട് കാണുന്നത്. 67% മുകളിൽ പബ്ലിക് ഹോൾഡിംഗ് ഉണ്ട്. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറച്ച് ഹൈ ആയിട്ടാണ് കാണുന്നത്, താരതമ്യേന ഹൈ ആണ്, അതായത് 0.77% കാണും. അതുപോലെ ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ 50% സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തായിട്ടും കാണും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് വളരെ വീക്കായിട്ടാണ് കാണുന്നത്. എട്ടാമത്തെ ഒരു സ്റ്റോക്ക് പട്ടേൽസ് എയർ ടെംപ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണിത്. ഇവർ ന്യൂക്ലിയർ പവർ സെഗ്മെന്റിലും ഇവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ഇതൊരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 289 കോടി മാത്രമേ ഉള്ളൂ. ROE 10.8ഉം അതുപോലെ FIA/DI ഹോൾഡിംഗ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയാണ്. 12% ഒരു സെയിൽസ് ഗ്രോത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ താരതമ്യേന മറ്റ് സ്റ്റോക്കുകളെ അപേക്ഷിച്ചും 0.5ൽ കൂടുതലാണ്, 0.63 കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കും ഫണ്ടമെന്റലി ഒരു വീക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട 8 സ്റ്റോക്കുകൾ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രസന്റ് മാർക്കറ്റ് ഒരിക്കലും പുതിയ ഫ്രഷ് ബൈങ്ങിന് അനുകൂലമല്ല. കാരണം കൃത്യമായൊരു ഡയറക്ഷൻ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ വ്യക്തമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാത്തിരുന്നുകൊണ്ട് ഇത്തരം നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട്, നല്ല സെക്ടേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുക. നല്ലൊരു അവസരം വരുമ്പോൾ മാർക്കറ്റ് ഒരു കൃത്യമായൊരു ഡയറക്ഷൻ സ്വീകരിക്കുമ്പോൾ നമുക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.